അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ശരിയായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ എത്ര വിചാരിച്ചാലും നമ്മുടെ പെരുമാറ്റങ്ങളിൽ നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ജീവിതാനുഭവങ്ങളിലുള്ളതാണ്. ഒന്നും കൂടെ വിശദമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു കുട്ടിയോട് ഏറ്റവും അധികം സ്നേഹത്തോടു കൂടെയും വാത്സല്യത്തോടു കൂടെയും പെരുമാറേണ്ടത് ഉമ്മയാണ്. പക്ഷേ പല സന്ദർഭങ്ങളിലും വളരെ ദേഷ്യപ്പെട്ടും വളരെ ദയയില്ലാതെയും കുട്ടികളോട് ഉമ്മമാർ പെരുമാറുന്നതായി നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മുടെ സ്വഭാവത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ മനസ്സനുഭവിക്കുന്ന സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും മാനസിക പ്രയാസങ്ങളുമെല്ലാം നമ്മുടെ പെരുമാറ്റങ്ങളിൽ പ്രകടമാകുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയോട് ഏറ്റവും സ്നേഹമായി പെരുമാറേണ്ട ഒരു അധ്യാപകൻ അത് സാധ്യമല്ലാതെ വരുന്നു. തങ്ങളുടെ കീഴ് ജീവനക്കാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറുമ്പോഴേ അവർ സഹകരിച്ചു പോവുള്ളൂ. പക്ഷെ അത് ഒരു മേലുദ്യോഗസ്ഥന് പറ്റാതെ വരുന്നു. മാതാപിതാക്കളോട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തോട് പെരുമാറുമ്പോൾ എന്തിനേറെ പറയണം, നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടില്ലാത്തൊരു വ്യക്തിയോട് പോലും മാന്യമായി പെരുമാറാൻ കഴിയാതിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും നമ്മുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ടായിരിക്കണം ഏറ്റവും ക്രൂരനും വലിയ പ്രതികാരങ്ങൾക്ക് സാധ്യതയുള്ളതുമായിട്ടുള്ള ഫിർഔന്റെ അടുക്കലേക്ക് പോകാൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു ത്വഗ. അതിരുവിട്ടവനാണ്, അതിക്രമകാരിയായിട്ടുള്ള ഫിർഔന്റെ അടുക്കലേക്ക് നീ പോവുക എന്ന് പറഞ്ഞപ്പോൾ ഫിർഔനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നവനാണ് മൂസാ നബി അലൈഹിസ്സലാം. വളരെ അതിശക്തമായി തൻ്റെ എതിരാളികളോട് പ്രതികാരം ചെയ്യുന്നവനാണ്, കുട്ടികളെ കൊലപ്പെടുത്തിയവനാണ്, ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത ഒരു വലിയ ചക്രവർത്തിയും അധികാരസ്ഥനുമാണ്. ഒരുപക്ഷെ താൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്ന അത്രമാത്രം അപ്രമാദിത്വമുള്ളൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനത്തെ ഒരാളത്തേക്ക് പോകുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് അറിയാം. അദ്ദേഹം ആദ്യം അള്ളാഹിനോട് ചോദിച്ചത് എന്താണ്? റബ്ബിശ്റഹ് ലീ സ്വദ്രി എന്നാണ്. എൻ്റെ മനസ്സിന് നീ വിശാലത നൽകണം എന്നാണ്. എന്താണ് ആ വിശാലത?
എന്ത് പ്രതികൂലമായ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്ത് പ്രതികൂലാവസ്ഥകൾ ഒരാളിൽ നിന്നുണ്ടായാലും നമ്മൾ നമ്മുടെ സമനില കൈവിടാതെ പെരുമാറാൻ പറ്റുക. അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കഴിയൂല. നമ്മൾ മറ്റുള്ളവരുടെ പ്രതികരണങ്ങളെ ഉൾക്കൊള്ളാനും വിട്ടുവീഴ്ച ചെയ്യാനും ഹൃദയ വിശാലതയോടുകൂടി അതിനെ കാണാനും പറ്റാത്ത ഒരാൾക്ക് മറ്റൊരാളോട് നല്ല നിലക്ക് പെരുമാറാൻ എന്ത് ചെയ്യില്ല, സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബ്, നീ പരുഷ സ്വഭാവിയും അതേപോലെ തന്നെ കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ലൻ ഫല്ലു മിൻ ഹൗലിക്, അവരൊക്കെ നിന്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അങ്ങനെയാണ് ആയത്ത് തുടങ്ങുന്നത്. നീ അവരോട് വളരെ സൗമ്യമായി പെരുമാറുന്നു. ശത്രുക്കൾ എത്രമാത്രം അതിശക്തമായി പ്രതികരിച്ചിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു മാനസികമായ ആ ഒരു മയത്തോടുള്ള പെരുമാറ്റത്തിൽ വീഴ്ച വരുത്തിയില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രതികൂലതകളെല്ലാം ഉൾക്കൊള്ളുവാനും നമ്മുടെ വിഷമങ്ങളെല്ലാം ഉൾക്കൊള്ളുവാനുമുള്ള ഒരു മനസ്സിൻ്റെ വിശാലത നമുക്ക് എല്ലാവർക്കും വേണം. എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങളില്ലാത്ത ആരും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം, ഇനി ഒന്നുമില്ലെങ്കിൽ ഉള്ള നിസ്സാരമായ ഒരു വിഷയത്തെ പർവ്വതീകരിച്ച് മനസ്സെന്ത് ചെയ്യും, നമ്മൾക്ക് സ്വൈരം തരാതിരിക്കും. ഇനി പ്രത്യേകിച്ച് അങ്ങനെ സങ്കടപ്പെടാനും വിഷമിക്കാനൊന്നും ഒരു കാര്യം ഇല്ലാതെ തന്നെ വിചാരിക്കും. എന്നാൽ അതിനിസ്സാരമായ നമ്മുടെ ഒരു ജീവിത പ്രശ്നത്തെ എടുത്തു വെച്ച് മനസ്സ് നമ്മളെ അസ്വസ്ഥമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പോസിറ്റീവായിട്ട് എല്ലാറ്റിലും ഒരു അനുകൂലമായ ചിന്ത. അപ്പോൾ വെറുതെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ മറിച്ച് നോക്കി, അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ പ്രസംഗത്തിലും പ്രഭാഷണത്തിലും ഒക്കെ കേട്ട ആയത്തുകളും കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ധാരാളമായി നമ്മുടെ മനപ്രയാസങ്ങളെയും മാനസിക സംഘർഷങ്ങളും നമ്മുടെ മനസ്സിനെ ബാധിക്കാത്ത രൂപത്തിൽ അതിനെ പ്രതിരോധിച്ച് നിർത്താൻ പറ്റുന്ന ഒട്ടേറെ ചിന്തകളും ആലോചനകളും വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. ഒരു 8-10 കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ ഓർത്തുപോയതും കേട്ടുപോയതും ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇതൊക്കെ ഒരു സമയത്തിരുന്ന് നമുക്ക് എന്തെങ്കിലും മാനസിക അസ്വസ്ഥതകളോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യാനല്ലേ ഖുർആൻ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഷിഫാഉം ലിമാ ഫി സുദൂറാണ്. മനസ്സിന് എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതൊക്കെ തീർക്കാൻ ഖുർആനിൽ മരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഖുർആനികമായ ചില ആശയങ്ങൾ ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിക്ക് വരണം. ഒരുപക്ഷെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളെയും കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ നമുക്കതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനും പറ്റണം. നോക്കുന്നാൽ അള്ളാഹു എത്ര അധികം ചിന്തനീയമായിട്ടാണ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ആ പ്രയാസത്തെക്കുറിച്ചല്ല ആലോചിക്കേണ്ടത്, അല്ലാന്ന് വേണ്ടത്. ആ പ്രയാസം വരുമ്പോൾ ചിന്തിക്കേണ്ടത് ഇതെനിക്ക് എന്തോ ഒരു ആശ്വാസം വരാനുള്ള സൂചനയാണെന്ന്. ഇപ്പം എല്ലാ പ്രയാസങ്ങളും ഒരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തുറവിയിലേക്കുമുള്ള മുന്നോടിയായിട്ടാണ് പ്രയാസത്തെ കാണേണ്ടതെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് ആവർത്തിച്ചല്ലേ പറഞ്ഞ് ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. ഒരു പ്രയാസം വന്നാൽ അതിൻ്റെ കൂടെ ഒരു ആശ്വാസം ഉണ്ടാകും എന്ന് ആരാ പറയണത്? അള്ളാഹുവാണ് പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞത് സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റാ, ഒരു പ്രയാസത്തിന് ശേഷം അള്ളാഹു ഒരു എളുപ്പത്തെ ഏർപ്പെടുത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. വ ഇന്നൽ ഫറജ മഅൽ കറബ്, പ്രയാസത്തിനോടൊപ്പമേ ആശ്വാസമുള്ളൂ എന്നാണ്. പ്രയാസം വരണം, ഒരാശ്വാസം നമ്മൾ ആശ്വാസത്തിലേക്കുള്ള വാതിലാണ് പ്രയാസമെന്ന് പറഞ്ഞാൽ. വ അന്ന മഅൽ ഉസ്രി യുസ്രൻ, തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. അപ്പം നമ്മളൊക്കെ എന്ത് കാര്യത്തെക്കുറിച്ചാണ് ദുഃഖിച്ചിരിക്കുന്നത്? ആ ദുഃഖിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളെല്ലാം ഒരാശ്വാസത്തിലേക്കുള്ള കവാടമാകുന്നു എന്നാണ്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തിനെ വിശദീകരിക്കുന്ന സമയത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരാൾക്കുള്ള പരീക്ഷണങ്ങളെ കൊടുക്കും, അത് സ്വാഭാവികമല്ലേ. പക്ഷെ എന്ത് പരീക്ഷണം വന്നാലും നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നതേ അള്ളാഹു നമുക്ക് തരൂന്നാണ്. ഇപ്പം രോഗങ്ങളാണെങ്കിലും കടങ്ങളാണെങ്കിലും മാനസിക സംഘർഷങ്ങളാണെങ്കിലും നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നു, നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നതേ അള്ളാഹു തരുള്ളൂ എന്നാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാൾക്ക് സാധിക്കുന്നതിനല്ലാതെ അള്ളാഹു അവനെ നിർബന്ധിക്കൂല എന്ന് പറയുന്നതിൻ്റെ ആശയത്തിൽ അതുകൂടെ വരുന്നതാണ്. അപ്പം നമുക്ക് വന്ന ബുദ്ധിമുട്ട് നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നതേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഇതിനെ എനിക്ക് മറികടക്കാൻ പറ്റുമെന്ന് മനസ്സിനോട് പറയൂ. പടച്ചോൻ എനിക്ക് എന്നെക്കൊണ്ട് അതിജീവിക്കാൻ പറ്റാത്തത് എനിക്ക് തരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ ഈ പ്രയാസത്തെയും ഞാൻ മറികടക്കും, ഈ ബുദ്ധിമുട്ടിനെയും ഞാൻ മറികടക്കും എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് ഉറപ്പിച്ചു പറയും. എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു പറഞ്ഞത്. ഹുദൈബിയ സന്ധി സന്ദർഭം നമുക്കറിയാൻ പറ്റും. സ്വപ്നം കണ്ടതാണ് ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഉംറ ചെയ്യാൻ. എത്ര പൂതി വെച്ചിട്ടാണ് പോകണം നോക്കുന്നത് നിങ്ങൾ സ്വഹാബത്തും. അവർ വന്ന സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചിട്ട് പോകുമ്പോഴാണ് മക്കൻ്റെ ബോർഡറിൽ വെച്ചിട്ട് അവരെ തടയണം. അവിടെ വെച്ച് തിരിച്ചു പോകാനുള്ളൊരു സന്ധിയിലാണ് അവർ ഒപ്പിടുന്നത്. എത്ര നിരാശ ഉണ്ടായിരിക്കുന്നതാണ്.
പക്ഷെ പലപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന പ്രയാസങ്ങളെയൊക്കെ നമ്മൾ പ്രയാസങ്ങളായിട്ടാണ് കാണുക. അള്ളാഹു പറയുന്നത് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയും. അതാണ് അള്ളാഹു പറയുന്നത്, വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്തത് എനിക്കറിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രയാസമായി കാണുന്ന ഒന്ന് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയൊരു ആശ്വാസമായിരിക്കും. നിങ്ങൾ ആശ്വാസമായി സന്തോഷമായി കാണുന്ന ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രയാസകരമായതായിരിക്കും. നിങ്ങൾ അനിഷ്ടകരമായ ഒരു കാര്യം നിങ്ങൾക്ക് നന്മയായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, നിങ്ങൾ വളരെ ആഗ്രഹിച്ച് കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ നിങ്ങൾക്കൊരു ദോഷത്തെ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകുക. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അള്ളാഹു അറിയുന്നവനാണ്, നിങ്ങൾ അറിയില്ല. അതുകൊണ്ട് നമുക്ക് വന്നൊരു വിഷമമാണെന്ന് പോലും വിചാരിക്കാൻ നമുക്ക് 100% എന്തില്ല, ഉറപ്പില്ല എന്നാണ്. നമുക്ക് വന്നൊരു ദുരന്തമെന്ന് നാം പറഞ്ഞ കാര്യം നമുക്ക് ദുരന്തം തന്നെയാണോ? ഒരു മരണമാകട്ടെ, ഒരു രോഗമാകട്ടെ, ഒരു പ്രതിസന്ധിയാകട്ടെ, അത് നമുക്ക് ദോഷകരമാണ്, പ്രതികൂലമാണ് എന്ന് എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നതെന്നാണ്. അതിലൊക്കെ ഉപരി എന്താ അറിയോ, ഞാൻ ഒറ്റക്കാണെന്നാണ്. എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും മനുഷ്യൻ എന്താ വെച്ചാൽ അവൻ ഒറ്റക്കാണ് ഇതിനൊക്കെ തരണം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു എന്തിനാ നമ്മുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു? പടച്ചോൻ എന്തിനാണ് നമ്മുടെ സമീപത്തുണ്ട് എന്ന് പറഞ്ഞത്? എന്തിനാണ്? എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ എൻ്റെ അടിമയോട് പറഞ്ഞു ഞാൻ അടുത്താണെന്നാണ് പറയുന്നത്. സുഹൃത്തുക്കൾ, അള്ളാഹു അടുത്തൊരു വിശ്വാസി പറഞ്ഞാൽ ആ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോടുകൂടെ നമ്മുടെ സമീപത്ത് എല്ലാവരെക്കാളും നമ്മുടെ സമീപത്ത് അള്ളാഹുവുണ്ട്, നമ്മുടെ ചാരത്തവനുണ്ട്. നമ്മൾ ആ ഒറ്റക്കല്ലേ, ആ ക്രിട്ടിക്കൽ കെയറിൽ നമ്മൾ ഒറ്റക്ക കിടക്കണത് അല്ല, അള്ളാഹു നമ്മുടെ അടുത്തുണ്ട് എന്നതാണ്. ഏകാന്തമായി ആരുമില്ലാതെ നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴും ചിന്തിച്ച് വിഷമിച്ച് വ്യാകുലപ്പെട്ടിരിക്കുമ്പോഴും അള്ളാഹു നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ട് എന്നോടൊന്ന് പറയുന്നതാണ്, എന്നോടൊന്ന് പറയേ, നിൻ്റെ വിഷമങ്ങളെയും സങ്കടങ്ങളെയും നീ എന്നോടൊന്ന് പറയുന്നതാണ് അള്ളാഹു പറയുന്നത്. ആലോചിച്ച് നോക്കും നിങ്ങൾ. പിന്നെ ഒരു നിശ്ചിത പരിധി എത്തുമ്പോഴേക്കൊരു മനുഷ്യൻ എന്താ അറിയുങ്ങൾ, ഒരു നിരാശയിലേക്ക് പോകും. അതുകൊണ്ടാണ് പല ആളുകളും പറയുമ്പോൾ നിസ്കരിക്കാൻ തോന്നുന്നില്ല, അതേമാതിരി ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഉറങ്ങാൻ തോന്നുന്നില്ല, ഒരു കാര്യത്തോടും ഇഷ്ടം തോന്നുന്നില്ല, കുട്ടികളെയും കൂടി ഒന്നും നോക്കാൻ തോന്നുന്നില്ല. ഇതൊക്കെ ഒരു നിരാശയുടെ മാനസികാവസ്ഥ. ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പറ്റുന്നത്. മനുഷ്യനെ ഏറ്റവും അധികം പിശാച് അപകടപ്പെടുന്ന നിരാശയിലൂടെയാണ്. ഇനി നിൻ്റെ മുന്നിൽ ഒരു വഴിയില്ല, അപ്പോഴാണ് കയറെടുത്ത് പോണത്. ഇനി നിൻ്റെ മുന്നിൽ ഒരു വഴിയില്ല എന്നാണ് പിശാച് പറയുന്നത്, നിരാശ. അങ്ങനെ ഒരു നിരാശക്കൊരു വിശ്വാസിക്ക് അവകാശമല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ? നിരാശ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു കാര്യത്തിൻ്റെ ഒരു പരിഹാരമില്ല. അള്ളാഹു അങ്ങേയറ്റത്തെ കാരുണ്യവാനാകുമ്പോൾ എങ്ങനെ നമ്മൾ നിരാശപ്പെടുക? അപ്പം നമ്മൾ അള്ളാഹിനെ പറ്റി എന്താ വിചാരിച്ചത്? അള്ളാഹുവിനെ പറ്റി നമ്മൾ അള്ളാഹുവിൻ്റെ അളവറ്റ ദയയും കാരുണ്യത്തെയും കുറിച്ച് അറിയുന്ന ആളുകളാണെങ്കിൽ എങ്ങനെ നിരാശപ്പെടുക എന്നില്ല. അപ്പം നിരാശയില്ലല്ലോ. കാരണം ആശയറ്റു പോകുമോ ഒരു വിശ്വാസിക്ക്? എങ്ങനെ പരമകാരുണികനായ അള്ളാഹുൽ വിശ്വസിക്കുന്നൊരു വിശ്വാസിക്ക് എങ്ങനെ ആശയറ്റു പോകും? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. തെറ്റുകൾ ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും രക്ഷപ്പെടൂല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോഴും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് എന്നാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അതെല്ലാം പൊറുക്കും. അള്ളാഹു അങ്ങേറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന്. അപ്പോൾ ഇനി എനിക്ക് എൻ്റെ മുന്നിൽ ഒരു വഴിയില്ല, അങ്ങനെ ഒരു വിശ്വാസി ഒരു ഘട്ടത്തിലും ചിന്തിക്കാൻ പാടില്ല. ഇനി എനിക്ക് എന്തായാലും ഒരു രക്ഷപ്പെടാനൊരു വഴിയില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് മനുഷ്യൻ നിരാശപ്പെടുന്നതും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ. അതിനൊരു അവസരം ഇല്ല എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, പലപ്പോഴും നമ്മുടെ എന്താ ഈ മാനസിക ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് നമ്മൾ അള്ളാഹുവിൽ നിന്നും ദീനിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സ് ചില സന്ദർഭങ്ങളിൽ അകന്നു പോകും. അപ്പോഴാണ് നമ്മുടെ പ്രതിസന്ധികൾക്ക് കനം കൂടുക. ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവും, പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഭാരമായി തോന്നുക എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിൻ്റെ ദീനിന്ന് നമ്മൾ അകന്നു പോകും. നമ്മുടെ നിസ്കാരവും നോമ്പും അദ്കാറുകളും അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഉത്ബോധനങ്ങളും ഒക്കെ ഇങ്ങനെ കേൾക്കുന്നതിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുമ്പോൾ എന്താ ഉണ്ടാവുക അറിയൂ? നിസ്സാരങ്ങളായ നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ അത് അതിൻ്റെ ഏറ്റവും ഭീകരമായ രൂപത്തിൽ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ നിസ്കാരം അള്ളാഹിൻ്റെ ദിക്റാണ്, ഖുർആൻ പാരായണം അള്ളാഹിൻ്റെ ദിക്റാണ്, സുബ്ഹാൻ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ദിക്റാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഉത്ബോധനം കേട്ടാൽ അള്ളാഹിൻ്റെ ദിക്റാണ്, ഒരു ആയത്തിൻ്റെ അർത്ഥം കേട്ടാൽ അള്ളാഹുവിൻ്റെ ദിക്റാണ്. ഇത്തരം ചിന്തയുടെ ഈ പശ്ചാത്തലങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ അതീവ നിസ്സാരങ്ങളാണെന്ന് വിചാരിക്കുന്ന പ്രശ്നങ്ങൾ പോലും നമുക്ക് ഭയാനകമായും ഭീകരമായിട്ടും അനുഭവപ്പെടുമെന്നാണ്. ചില സന്ദർഭങ്ങളിൽ എന്തുണ്ടാവുമെന്നറിയോ?
നമ്മുടെ സ്വന്തം ബന്ധുക്കൾ, നമ്മുടെ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ശത്രുതകളും അതേപോലെ തന്നെ നമ്മളെ നിരാശപ്പെടുത്തുന്ന വർത്തമാനങ്ങളും അവർ പറയും. അപ്പോഴാണ് ആളുകൾ ആകെ തകർന്നു പോകുക. നമ്മളൊരു പ്രതീക്ഷ അർപ്പിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും ആത്മബന്ധങ്ങളുള്ള ആളുകളും മക്കളും ഒക്കെ എന്ത് ചെയ്യും, നമ്മളെ നിരാശപ്പെടുത്തുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടാവുമല്ലോ. അത്തരം സന്ദർഭങ്ങളിലും നമ്മൾ ആലോചിക്കേണ്ടത് ഇവരൊന്നല്ല എൻ്റെ അടുത്ത ആളെന്നാണ്. ഇവരൊക്കെയാണ് നമുക്ക് പ്രിയപ്പെട്ടവരെന്നും ഇവരൊക്കെയാണ് നമ്മുടെ രക്ഷകരെന്നും ഇവരാണ് എനിക്കെന്നും തുണയെന്നും നമ്മൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അതുകൊണ്ടാണ് മക്കളെ കാര്യത്തിൽ ഇനി രണ്ടാമത്തെ കുട്ടി എനിക്ക് പോയോ എന്ന നിരാശ സ്വന്തം മക്കളെ ഭാഗത്തുനിന്ന് പ്രതികൂലാവസ്ഥകൾ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് കാല ഇന്നമാ അഷ്കൂ ബസ്സീ വഹുസ്നീ ഇലല്ലാഹ്. ഞാൻ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ആരോടാ പറയാ? അള്ളാഹിനോടാ പറയാന്നാണ്. എല്ലാ സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും ഒക്കെ നമ്മളെ ഉറ്റവരും ഉടയവരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ് പരിഹാരം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടും. കാരണം അവർ നമ്മൾ നിരാശപ്പെടുത്തും. ചില വാക്കുകൾ അവർ പറയുമ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങൾ നമ്മളെ നിരാശപ്പെടുത്തിക്കിടും. ആ നിരാശ നമ്മുടെ മനസ്സിനെ തളർത്തും. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഓരോന്നല്ല നമ്മളെ ആള്. നമ്മൾ സങ്കടം പറയാനുള്ള നമ്മുടെ ആളാരാണ്? ഇന്നമ അഷ്കു ബസ്സീ വഹുസ്നീ ഇലല്ലാഹ്. എൻ്റെ ദുഃഖം എൻ്റെ സങ്കടമൊക്കെ ഞാൻ ആരോടാ പറയാം? ഞാൻ അള്ളാഹിനോട് പറയാമെന്നാണ്. അള്ളാഹുവിനോട് അള്ളാഹ് നമ്മുടെ ഒരിക്കലും കൈവിടിൽ നിന്ന് മനസ്സിലാക്കിയാൽ സുഹൃത്തുക്കളെ മനസ്സിന് ഭയങ്കര ആശ്വാസം ഉണ്ടാവും. ഒരു പരിധി എത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇന്നെ കൂടെ മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് തോന്നുന്ന ചില ഘട്ടങ്ങൾ മനുഷ്യന് വരും. ചിലപ്പോൾ ചില രോഗങ്ങൾ വരുമ്പോൾ ഇനിയിപ്പോൾ ഇന്നെ കൊണ്ട് കഴിയൂല എന്ന് തോന്നുന്ന ഘട്ടങ്ങൾ വരും നമുക്ക്. അങ്ങനത്തെ ഘട്ടങ്ങളൊക്കെ വരുമ്പോഴാണ് അള്ളാഹു നമ്മോട് പറഞ്ഞത് അപ്പം പിന്നെ നിൻ്റെ കഴിവിനെ ആശ്രയിച്ച് നിൽക്കരുത് എന്നാണ്. അപ്പം നമ്മൾ ആകെ തകർന്നു പോകും. നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിൽക്കും. അതാണ് വമയ്യത്തവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. അപ്പം എന്താ പറയുക, എല്ലാം കഴിയുന്ന അള്ളാഹുവിന് വിട്ടുകൊടുക്കണം. അള്ളൊരു പരിഹാരം ഉണ്ടാക്കും. നമുക്ക് ആലോചിച്ചിട്ട് അറ്റം കിട്ടില്ല, പക്ഷെ പടച്ചോൻ തന്നെ എന്തൊരു വഴി കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ കഴിയണം. ഒരു നിശ്ചിത പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പിന്നെ നമ്മൾ പിടിച്ച് നിൽക്കരുത്. പിന്നെ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞ് നിൽക്കരുത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബുഹു, അവൻ അള്ളാഹു മതി എന്നാണ്. പിന്നെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതൊക്കെ എനിക്ക് നഷ്ടമാണെന്നാണ് വിചാരിക്കും. ഇത് ഇവിടെ വേറെ ആർക്കില്ലല്ലോ, എനിക്ക് മാത്രമല്ലല്ലോ, എനിക്കല്ലേ വിഷമം വന്നത്, എനിക്കല്ലേ അസുഖം വന്നത്, ബുദ്ധിമുട്ടായത് എന്ന് നമുക്കെന്തെങ്കിലും മറ്റുള്ളവർക്കില്ലാത്ത നമുക്കെന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുന്നത് അത് അള്ളാഹു നമുക്ക് തന്നൊരനുഗ്രഹമാണ്. കാരണം പടച്ചോൻ പറഞ്ഞിട്ടുണ്ടല്ലോ വലനബുലുവന്നക്കും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഭയങ്ങളോ ദാരിദ്ര്യമോ വിഷമമോ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ, പരീക്ഷണം കിട്ടിയോ സന്തോഷിച്ചോ എന്നാണല്ലോ പറഞ്ഞത്. പരീക്ഷണങ്ങൾ കിട്ടിയവർ സന്തോഷിച്ചു കൊള്ളുക എന്ന്. ആ പരീക്ഷണം കിട്ടിയവർക്ക് കിട്ടാത്തവരെക്കാളും സന്തോഷിക്കാനൊരു വകയുണ്ട്. എന്താണ്? ആ പ്രയാസങ്ങളും വേദനകളുമല്ല സുഹൃത്തുക്കളെ, ആ വേദനകൾ അവർക്ക് പ്രതിഫലമായി മാറുന്ന ഒരു സന്ദർഭമുണ്ട്. അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കുന്ന അവസരങ്ങളാണ് പരീക്ഷണങ്ങൾ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ എനിക്കൊരു നഷ്ടം, ഇത് വേറെ ആർക്കും ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ടെൻഷനാകുമ്പോൾ ആലോചിക്കേണ്ടത് എനിക്ക് അള്ളാഹു തന്നത് എനിക്ക് കൂലി തരാനാണ്. വേറുള്ളവൻ അനുഭവിച്ചാൽ അമ്മ കൂലിട്ടോ സുഹൃത്തുക്കളെ. വേറൊരുത്തൻ പ്രതിസന്ധി അനുഭവിച്ചാൽ നമുക്ക് കൂലി കിട്ടും. നമുക്ക് കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോഴേ നമുക്ക് കൂലി കിട്ടുള്ളൂ. പിന്നെ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോടും അള്ളാഹു പറഞ്ഞ വാക്കുകളുണ്ട്. എന്താ അറിയൂ, നിനക്ക് ഇതിനേക്കാളും സന്തോഷകരമായൊരു ലോകം വരാനുണ്ട്. ഇന്നത്തെ അവസ്ഥകളിൽ അല്പം പ്രതികൂല അവസ്ഥകൾ ഉണ്ടെങ്കിലും എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടവൻ മാ വത്തഅക റബ്ബുക വമാ കല, നിന്റെ റബ്ബ് നിന്നോട് ദേഷ്യം കാണിച്ചിട്ടില്ല, നിന്നെ വിട്ടുകളഞ്ഞിട്ടുമില്ല. വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല, നിനക്ക് ഇതിനേക്കാളും നല്ലൊരു കാലം വരാൻ പോകുന്നുണ്ട് എന്നാണ്. അത് ഇഹലോകത്ത് തന്നെ ആവാം, അല്ലെങ്കിൽ പരലോകത്താവാം. അതുകൊണ്ട് ഒരു കാലം നമുക്ക് പ്രതികൂലമാണെന്നത് എല്ലാ കാലവും അങ്ങനെയാകുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമല്ല. ഇനി അതിനൊക്കെ അപ്പുറത്ത് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എല്ലാവർക്കും ആലോചിക്കാൻ പറ്റിയൊരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മളെന്താ പറയുക? ഒരാൾ മരിച്ചു, ആ വാർത്ത നമ്മൾ കേട്ടു അല്ലേ? അപ്പം നമ്മളെന്താ പറയുക? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ അതിൻ്റെ അർത്ഥം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ അള്ളാഹുവിൽ ഞങ്ങൾ അള്ളാഹുവിലേക്ക് പോകും. അതിൻ്റെ അർത്ഥം ഇവിടെ ഒന്നും ശാശ്വതമല്ല എന്നാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ അള്ളാഹുവിനുള്ളതാണ്, നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഇത് ശാശ്വതമല്ല. ഇവിടുത്തെ ഒന്നും ശാശ്വതമല്ല എന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ നഷ്ടങ്ങളിലൊന്നും നമുക്ക് വേദന ഉണ്ടാവില്ല എന്ന് മനസ്സിലേ. ആരെന്ത് അപകടം പറ്റിയാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് ദുഃഖ വാർത്തകൾ വന്നാലും അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതൊന്നും ഇവിടെ നിൽക്കൂലല്ലോ, ഇതൊക്കെ പോകേണ്ടത് തന്നെയല്ലേ. എല്ലാം അള്ളാഹുവിൻ്റെതല്ലേ, അള്ളാഹിനെ എപ്പോഴും തിരിച്ചെടുക്കാം,
അള്ളാഹുലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹുവും വലഅബ്. ഇവിടെ ഒരു കളിയും വിനോദവും മാത്രമാണ് ഈ ലോക ജീവിതം എന്ന്. വ ഇന്ന ദാറൽ ആഖിറ ലഹിയൽ ഹയവാൻ. ഒരു പ്രതികൂലതയും കേൾക്കാത്ത യഥാർത്ഥ ജീവിതം പരലോകം മാത്രമാണ്. ലൗ കാനൂ യഅലമൂൻ. അതവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ. അപ്പോൾ നമ്മൾ ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ശരിയായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് എന്തായാലും ഇനിയിപ്പോൾ ഒരിക്കലും കഴിയൂല എന്ന് അങ്ങനെ വിചാരിക്കരുത്. കാരണം മക്കളുണ്ടാവില്ല എന്ന് വിചാരിച്ച സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് മക്കൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു മക്കളെ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം അള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ അറിയോ? കാല കദാലിക കാല റബ്ബുക ഹുവ അലയ്യ ഹയ്യൻ. എനിക്കത് എളുപ്പമാണ്. അള്ളാഹ്ക്ക് എല്ലാം എളുപ്പമാണ് സുഹൃത്തുക്കളെ. അള്ളാഹ്ക്ക് എല്ലാം എളുപ്പമാണ്. നമ്മൾ എത്രമാത്രം അസാധ്യമാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളും അലയ്യ ഹയ്യൻ, അതെനിക്ക് വളരെ എളുപ്പമായ കാര്യമാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പം അള്ളാഹു എല്ലാം എളുപ്പമാണെന്ന് പറയണം. ഇനി നോക്കൂ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ മറന്നാലും ഒരു വാക്ക് നമ്മൾ ആലോചിക്കുക. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബു ലക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നുണ്ട്, എന്നോട് ചോദിക്ക്, ഞാൻ നിനക്ക് ഉത്തരം തരാം. അത് എത്ര വലിയ വാഗ്ദാനമാണ്. നിങ്ങൾ എന്നോട് ചോദിക്കൂ. അപ്പം നമ്മൾ വിഷമിക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞില്ലല്ലോ ചോദിക്കാൻ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ ചോദിക്കാൻ. അള്ളാഹു ഉത്തരം തരുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ലേ എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. സുഹൃത്തുക്കളെ, ഈ ചിന്തകളെ കൊണ്ടൊക്കെ ഒരിക്കലും ഈ ജീവിതത്തിലേക്ക് ഇല്ല എന്ന് വിചാരിച്ച ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ട്. വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പറയപ്പെട്ട വിശ്വാസങ്ങളും ആശയങ്ങളും എത്രയോ ആളുകളുടെ മനസ്സിന് കരുത്ത് പകർന്നതാണ്. ഇതൊക്കെ ഒന്ന് കേൾക്കാനും ആലോചിക്കാനും ചിന്തിക്കാനും മറ്റുള്ളവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനൊക്കെ നമുക്ക് പറ്റണം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവും.